അതൊക്കെ ഒരുപാട് പേര് അത് എതിർ പാർട്ടികൾ തന്നെ. എതിരിപ്പം നമ്മുടെ പാർട്ടികൾ നമ്മൾ അങ്ങനെ പറയുമല്ലോ. എതിർ പാർട്ടിയിലുള്ള വലിയ നേതാക്കന്മാർ എൻ്റെ അടുത്ത് രഹസ്യമായിട്ട് പറയും, ഇതേ മൂന്നാമതും അങ്ങനെ ഒരു വന്നു കഴിഞ്ഞാൽ നോനൊന്നും പറയല്ലേ. അതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ജയിക്കുക തോൽക്കുക അത് പിന്നത്തെ കാര്യം. തദ്ദേശ വോട്ടാണ് നമ്മൾ പോയി ചോദിക്കുന്നതെങ്കിലും അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തിരക്കായി. അപ്പോൾ എന്താണ് മൂന്നാം വട്ടത്തിലേക്ക്? അല്ല, അവിടെയും നമ്മുടെ LDF-നും പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊക്കെ വലിയ തീരുമാനങ്ങളുണ്ട്. ഇപ്പോൾ 2 പ്രാവശ്യത്തിൽ കൂടുതൽ ഒരാൾ നിൽക്കരുത്, പുതിയ ആൾക്കാരെ കൊണ്ടുവരണം, യുവാക്കളെ കൊണ്ടുവരണം. യുവാക്കളെ തന്നെ കൊണ്ടുവരണമെന്നില്ല, കുറേ കാലമായിട്ട് അങ്ങനെ പാർലമെൻ്ററി രീതിയിലേക്ക് വരാത്ത, അതിനുള്ള ചാൻസ് കിട്ടാത്ത ആൾക്കാരുണ്ട്. അവർക്ക് ചാൻസ് കൊടുക്കണം. അവരുടെ വിഷൻ എന്താണ്, അവരുടെ കഠിനാധ്വാനം എന്താണ്, പ്രവർത്തനം എന്താണ്, അതും അറിയണമല്ലോ ജനങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിലാണ് ഇപ്പോഴുള്ളത്. ഇനി മാറ്റം വല്ലതും വരുവാണെങ്കിൽ നമുക്ക് അപ്പോൾ നോക്കാം. വ്യക്തിപരമായിട്ട് ഒരു മൂന്നാം അംഗത്തിന് ഇറങ്ങാനുള്ള ഒരു മനസ്സിൽ ഒരു ഇതുണ്ടോ, അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ? അല്ല, ഞാൻ 1-ാം അംഗത്തിൽ ഇറങ്ങുമ്പോൾ തന്നെ ഞാൻ ഒരു MLA ആകണമെന്നുള്ള എൻ്റെ ഒരു ഭയങ്കര തീരാത്ത മോഹമെന്നുള്ള ആളല്ല ഞാൻ. ഒരു എന്താ പറയുന്ന ഒരു പാർട്ടി തീരുമാനം അനുസരിച്ച് നമ്മളടുത്ത് അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോഴത്തേക്ക് നോ എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. എൻ്റെ കുടുംബത്തിൽ ഉള്ള ആർക്കും പറയാൻ പറ്റത്തില്ല. കാര്യം ഞങ്ങൾ കലാകുടുംബമാണെങ്കിലും രാഷ്ട്രീയ സഹയാത്രികരും. എൻ്റെ അച്ഛൻ ഈ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് 16 കൊല്ലം പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന ആളാണ്. അപ്പോൾ അത് കണ്ടു വളർന്നാണ്. അച്ഛൻ രാത്രിയൊക്കെ നാടകം അഭിനയിക്കുകയും പകല് പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുകയൊക്കെ ചെയ്ത് കണ്ട് ശീലമാണ്. അപ്പം രണ്ടും നമുക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ല. ഒരു സിനിമയിലൊരു നല്ല റോള് വന്നാൽ ഇനി എന്ത് ത്യാഗം സഹിച്ചാണെങ്കിലും നമ്മളത് അഭിനയിക്കുന്നു. അതേപോലെ തന്നെ ഇങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലേക്ക് വരികയാണെങ്കിൽ നോ 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 എന്ന് നമ്മൾ പറയാൻ പാടില്ല. ഈ വോട്ട് ചോദിക്കാൻ പോകുമ്പോൾ ആളുകൾ പറയുന്നുണ്ടോ മുകേഷ് ചേട്ടൻ തന്നെ വരണം, അല്ലെങ്കിൽ ഒരാഗ്രഹമൊക്കെ അവരുടെ മനസ്സിലുണ്ടാവുമല്ലോ? അതൊക്കെ ഒരുപാട് പേര് അത് എതിർ പാർട്ടികൾ തന്നെ. എതിരിപ്പം നമ്മുടെ പാർട്ടികൾ നമ്മൾ അങ്ങനെ പറയുമല്ലോ. എതിർ പാർട്ടിയിലുള്ള വലിയ നേതാക്കന്മാർ എൻ്റെ അടുത്ത് രഹസ്യമായിട്ട് പറയും, ഇതേ മൂന്നാമതും അങ്ങനെ ഒരു വന്നു കഴിഞ്ഞാൽ നോനൊന്നും പറയല്ലേ. അതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ജയിക്കുക തോൽക്കുക അത് പിന്നത്തെ കാര്യം. അപ്പൊ അങ്ങനെ വരെ വലിയ വാത്സല്യത്തോടെ നിൽക്കുന്ന ആൾക്കാരാണ് എൻ്റെ. അപ്പൊ ആ സമയത്ത് നമുക്ക് തീരുമാനിക്കാം.